വയനാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് വീണ്ടും കനത്ത മഴ. പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി തുടങ്ങി. തുരങ്കപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണ് നിരങ്ങി വന്നതാണ്. ഒരു വീടും പള്ളിയും പൂർണ്ണമായി തകർന്നു. സ്ഥലത്തെ ബസ് സ്റ്റോപ്പും പാലവും മണ്ണിനടിയിലായി. ജോലിക്കാർ 15 പേരോളം ക്യാമ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രദേശത്ത് തട്ടുകട നടത്തിയിരുന്ന കുടുംബം മണ്ണിനടിയിൽ പെട്ടോ എന്നും സംശയമുണ്ട്. തൊഴിലാളികളായ 6 പേരെ മേപ്പാടി വിംസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. അതേസമയം 2 മരണം സ്ഥിരീകരിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചവരെല്ലാം അതിഥി തൊഴിലാളികളാണ്. ഇന്ന് രാവിലെയാണ് കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായത്. സ്ഥലത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അതിതീവ്ര മഴയാണ് ജില്ലയിൽ പെയ്തത്. തൊഴിലാളികളും റോഡിലുണ്ടായിരുന്ന യാത്രക്കാരും മണ്ണിനടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആശങ്ക. 5 പേരെ ആദ്യം ആശുപത്രിയിലാക്കിയതായി ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരുന്നു. ചൊവ്വാഴ്ച പെയ്ത അതിശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് മലയിടിഞ്ഞ് നിർമ്മാണ മേഖലയിലേക്ക് പതിച്ചത്. തൊഴിലാളികളെ കൊണ്ടുപോകാൻ എത്തിച്ചിരുന്ന ബസ്, നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് കണ്ടെയ്നറുകൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ, മറ്റ് നിരവധി വാഹനങ്ങൾ എന്നിവയും പൂർണ്ണമായും മണ്ണിനടിയിലായി. ദുരന്ത സ്ഥലത്തുണ്ടായിരുന്ന ഒരു വീട് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. തുടർന്ന് കൽപ്പറ്റയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസും എമർജൻസി റെസ്പോൺസ് ടീമും മീനങ്ങാടിയിൽ നിന്നുള്ള ദേശീയ ദുരന്ത നിവാരണ സേനയും സ്ഥലത്തെത്തി സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തിവരുന്നു. പരിക്കേറ്റ 5 തൊഴിലാളികളെ മീനങ്ങാടിയിലെയും കൽപ്പറ്റയിലെയും വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. 16ഓളം തൊഴിലാളികൾ ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പ്രാഥമികമായ നിഗമനം. അടിയന്തര രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചതായി തിരുവമ്പാടി MLA CK കാസിം പറഞ്ഞു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന് സംശയിക്കുന്നതായി മുൻ പഞ്ചായത്ത് അംഗം അബ്ദുൾ സലാം പറഞ്ഞു. എന്തായാലും ഒരു ബസ് സ്റ്റോപ്പ് തകർന്നിട്ടുണ്ട്. ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ഒരു വീടും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പള്ളിയും തകർന്നു. ഈ വീട്ടിനകത്ത് ആളുകൾ ഉണ്ടോ എന്ന കാര്യവും വ്യക്തമായിട്ടില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. രക്ഷപ്പെടുത്തിയവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. പരിക്കേറ്റ 5 തൊഴിലാളികളെ മീനങ്ങാടിയിലെയും കൽപ്പറ്റയിലെയും വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. 16ഓളം തൊഴിലാളികൾ ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പ്രാഥമികമായ നിഗമനം.